നല്ല തേങ്ങാച്ചോറിനോടൊപ്പം നോർമൽ ബീഫ് കറി. മലപ്പുറം ഏരിയകളിൽ വെള്ളിയാഴ്ചകളിലായിട്ടും പല ദിവസങ്ങളിലായിട്ടും കൂടുതൽ വീടുകളിൽ കണ്ടുവരുന്നൊരു ഐറ്റമാണ് തേങ്ങാച്ചോറും നല്ല നാടൻ ബീഫ് കറിയും ഒരു പപ്പടും. ഇത് കിട്ടിയാൽ ആൾക്കാരുടെ വയറ് നിറഞ്ഞതിനോടൊപ്പം മനസ്സങ്ങോട്ട് നിറയും. ബീഫ് നന്നായി കഴുകി ഒരു കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ്, ചതച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു. 2 രീതിയിൽ വെക്കുക. തേങ്ങ കൊത്തിട്ടും തേങ്ങ പാലിട്ടും തേങ്ങാച്ചോറ് ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ തേങ്ങ കൊത്തിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നീട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഉലുവയും വലിയ ജീരകം പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. ആ മസാലകളൊക്കെ നന്നായി ഇറച്ചിയിലൊക്കെ പിടിച്ച് നല്ല സെറ്റായി വരാനുണ്ട്. ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് വലിയുള്ളി, തക്കാളി, പച്ചമുളകും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിച്ചതും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ബീഫ് വേവായി വരുമ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ബീഫ് എല്ലാം ടൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മൺചട്ടിയിൽ ചെറുതീയിൽ വറ്റിച്ചെടുത്താൽ മതി. അതിന് മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിലും ആഡ് ചെയ്ത് കുക്കർ മൂടി വെച്ച് ഒരു 6 വിസിൽ അടുപ്പിച്ചെടുത്താൽ നമ്മളെ കറി സെറ്റായി വരും. നമ്മളെ സാധാ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് കൊണ്ടുവരാൻ ഒന്ന് വറവിടണം. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായതിനു ശേഷം അതിലോട്ട് ചെറിയുള്ളി, നമ്മുടെ കറിവേപ്പിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അത് നമ്മൾ ബീഫ് കറിയിലോട്ടൊന്ന് ഒഴിച്ച് അതിലോട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. തേങ്ങാച്ചോറും ബീഫ് കറിയും കഴിക്കുമ്പോൾ അതിനോടൊപ്പം പൊടിക്കൊരു പപ്പടം കൂടി കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ. ഇനി ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് തേങ്ങാച്ചോറ് എടുത്ത് അതിന് മുകളിലോട്ട് കുറച്ച് ബീഫ് കറി ഒഴിച്ച് ഒരു പപ്പടും ഇച്ചിരി നാരങ്ങാച്ചാറും വെച്ച് കഴിച്ചാൽ അപ്പം മനസ്സിലാക്കും ബീഫും പൊറോട്ടയും നല്ല കോമ്പിനേഷനെ പോലെയാണ് തേങ്ങാച്ചോറും ബീഫ് കറിയെന്നും. തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും വേറൊരു അടാറ് കോമ്പിനേഷനുമാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കൂടുതൽ വീഡിയോസ് കിട്ടാൻ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ഫുഡ് കോർണർ.